Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. വെറും കൈയോടെ പോകേണ്ട, വെറും കൈയോടെ പോകേണ്ട. Don't go empty handed. Don't go empty handed. Empty handed എന്ന് പറഞ്ഞാൽ വെറും കൈയോടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോളൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോളൂ. ടേക്ക് ഇറ്റ് ഇഫ് യു ലൈക്ക്, ടേക്ക് ഇറ്റ് ഇഫ് യു ലൈക്ക്. ഇഫ് യു ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ടേക്ക് ഇറ്റ് എടുത്തോളൂ. ഞാൻ എന്താണ് എടുക്കേണ്ടത്? അപ്പൊ നമ്മൾ നേരത്തെ ടേക്ക് ഇറ്റ് ഇഫ് യു ലൈക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ എന്താണ് എടുക്കേണ്ടത്? വാട്ട് ഷുഡ് ഐ ടേക്ക്? വാട്ട് ഷുഡ് ഐ ടേക്ക്? എന്താണ് ഞാൻ എടുക്കേണ്ടത്? ഞാൻ ഏതാണ് എടുക്കേണ്ടത്? ഞാൻ ഏതാണ് എടുക്കേണ്ടത്? വിച്ച് ഷുഡ് ഐ ടേക്ക്? വിച്ച് ഷുഡ് ഐ ടേക്ക്? നേരത്തെ നമ്മൾ വാട്ട് ഷുഡ് ഐ ടേക്ക് എന്ന് ചോദിച്ചു. വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, വിച്ച് ഷുഡ് ഐ ടേക്ക്? വിച്ച് എന്ന് പറഞ്ഞാൽ ഏത്. ഇഷ്ടമുള്ളത് എടുത്തോളൂ, ഇഷ്ടമുള്ളത് എടുത്തോളൂ. ടേക്ക് വാട്ട് യു ലൈക്ക്, ടേക്ക് വാട്ട് യു ലൈക്ക്. അപ്പോ നിനക്ക് എന്താണോ ഇഷ്ടം അത് എടുത്തോളൂ എന്നാണ് പറയുന്നത്. ടേക്ക് വാട്ട് യു ലൈക്ക്. നേരത്തെ നമ്മളൊരു സെന്റൻസിൽ പറഞ്ഞത് ടേക്ക് ഇറ്റ് ഇഫ് യു ലൈക്ക്, അതായത് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്നത് ഇഷ്ടമുള്ളത് എടുത്തോളൂ. ടേക്ക് വാട്ട് യു ലൈക്ക്. ഞാൻ എത്രയാണ് എടുക്കേണ്ടത്? ഞാൻ എത്രയാണ് എടുക്കേണ്ടത്? ഹൗ മച്ച് ഷുഡ് ഐ ടേക്ക്? ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര. ഹൗ മച്ച് ഷുഡ് ഐ ടേക്ക്? ഞാൻ എത്രയാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എത്ര എടുക്കണം? ഇതിന് മറുപടിയായി നമുക്ക് ചോദിക്കണമെങ്കിൽ നിനക്ക് എത്രയാണ് വേണ്ടത്? നിനക്ക് എത്രയാണ് വേണ്ടത്? ഹൗ മച്ച് ഡു യു നീഡ്? ഹൗ മച്ച് എത്ര, ഡു യു നീഡ് നിനക്ക് വേണ്ടത് എത്രയാണ്? ഹൗ മച്ച് ഡു യു നീഡ്. ഇവിടെ നമുക്ക് ഹൗ മച്ച് ഡു യു നീഡ് എന്നതിന് പകരമായി ഹൗ മച്ച് ഡു യു വാണ്ട് അങ്ങനെയും ചോദിക്കാം. അപ്പൊ നീഡിന് പകരം നമുക്ക് വാണ്ട് എന്ന വാക്കും ഉപയോഗിക്കാം. സെയിം മീനിങ് വരിക. നിനക്ക് എത്രയാണ് വേണ്ടത്? ഹൗ മച്ച് ഡു യു നീഡ് അല്ലെങ്കിൽ ഹൗ മച്ച് ഡു യു വാണ്ട്. ഞാൻ എത്ര എണ്ണമാണ് എടുക്കേണ്ടത്? ഞാൻ എത്ര എണ്ണമാണ് എടുക്കേണ്ടത്? ഹൗ മെനി ഷുഡ് ഐ ടേക്ക്? ഹൗ മെനി ഐ ടേക്ക്. നമ്മൾ എണ്ണത്തിന്റെ കണക്ക് പറയുമ്പോൾ മച്ച് ഉപയോഗിക്കരുത്, മെനി ആണ് വേണ്ടത്. ഓക്കെ, ഹൗ മച്ച് എന്ന് പറയുമ്പോൾ എണ്ണാൻ പറ്റാത്ത ഒരു വസ്തുവിനെയാണ് നമ്മൾ ഹൗ മച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എത്ര എണ്ണം എന്ന് പറയുന്നത് കൊണ്ട് മെനി ആണ് ഉപയോഗിക്കേണ്ടത്. ഹൗ മെനി ഷുഡ് ഐ ടേക്ക്. ഇതിന്റെ ഒരു മറു ചോദ്യം, നിനക്ക് എത്ര എണ്ണം വേണം? നിനക്ക് എത്ര എണ്ണം വേണം? ഹൗ മെനി ഡു യു നീഡ്? ഹൗ മെനി എത്ര എണ്ണം, ഡു യു നീഡ്? നീഡ് പറഞ്ഞാൽ നിന്റെ ആവശ്യം അല്ലെങ്കിൽ നിനക്ക് എത്ര വേണം. ഹൗ മെനി ഡു യു? നിനക്ക് ഇഷ്ടമുള്ളത്ര എടുത്തോളൂ, നിനക്ക് ഇഷ്ടമുള്ളത്ര എടുത്തോളൂ. ടേക്ക് ആസ് മച്ച് ആസ് യു ലൈക്ക്, ടേക്ക് ആസ് മച്ച് ആസ് യു ലൈക്ക്. ആസ് യു ലൈക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ള, ആസ് മച്ച് എന്ന് പറഞ്ഞാൽ അത്രയും. അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള അത്രയും എടുത്തോളൂ. ടേക്ക് ആസ് മച്ച് ആസ് യു ലൈക്ക്. ഇതിന്റെ ഒരു വേരിയേഷൻ, നിനക്ക് ആവശ്യമുള്ളത്ര എടുത്തോളൂ, നിനക്ക് ആവശ്യമുള്ളത്ര എടുത്തോളൂ. ടേക്ക് ആസ് മച്ച് ആസ് യു നീഡ്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം. അപ്പോ എത്രയാണോ നിന്റെ ആവശ്യം അത്ര, ആസ് യു ക്യാൻ ടേക്ക്. അപ്പോൾ ടേക്ക് ആസ് മച്ച് ആസ് യു നീഡ്. അതേപോലെ നിനക്ക് വേണ്ടത്ര എടുത്തോളൂ, നിനക്ക് വേണ്ടത്ര എടുത്തോളൂ. ടേക്ക് ആസ് മച്ച് ആസ് യു വാണ്ട്, ടേക്ക് ആസ് മച്ച് ആസ് യു വാണ്ട്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞ? ആസ് യു നീഡ്. നിന്റെ ആവശ്യമനുസരിച്ച് അല്ലെങ്കിൽ ആവശ്യമുള്ളത്ര എടുത്തോളൂ. ഇവിടെ നിനക്ക് എത്രയാ വേണ്ടത് അത്രയും എടുത്തോളൂ. സോ ആസ് മച്ച് ആസ് യു വാണ്ട്. നിനക്ക് വേണ്ടത്ര എണ്ണം എടുത്തോളൂ, നിനക്ക് വേണ്ടത്ര എണ്ണം എടുത്തോളൂ. ഇവിടെ നമ്മൾ എണ്ണമാണ് പറയുന്നത്. അപ്പോ ടേക്ക് ആസ് മെനി ആസ് യു വാണ്ട്, ടേക്ക് ആസ് മെനി ആസ് യു വാണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണത്തെ കുറിച്ച് പറയുവാനാണ് നമ്മൾ മെനി ഉപയോഗിക്കേണ്ടത്. ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എണ്ണം പറയാത്തൊരു സാധനത്തെ ആണെങ്കിൽ മച്ചാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോ മച്ചിന്റെയും മെനിന്റെയും ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. നീ അത് ഇവിടേക്ക് കൊണ്ടുവരരുത്, നീ അത് ഇവിടേക്ക്
കൊണ്ടുവരരുത്. You shouldn't bring it here. You shouldn't. അതായത് should notന്റെ കോൺട്രാക്ഷൻ ആണ്. You shouldn't bring it അല്ലെങ്കിൽ bring that here. നീ അത് ഇവിടേക്ക് കൊണ്ടുവരരുത്. നീ അത് ഇവിടേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. നീ അത് ഇവിടേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. You shouldn't have brought it here. You shouldn't have brought it here. Bring എന്ന വാക്കിന്റെ past tense ആണ് brought. അപ്പോൾ ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.